മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മൂവി ഫ്രാഞ്ചൈസ് ആണ് ലൂസിഫർ. 3 ഭാഗങ്ങളായി കൺസീവ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ലൂസിഫർ. അതിന്റെ ആദ്യ ഭാഗം തിയേറ്ററിൽ വമ്പൻ വിജയമായി. പ്രേക്ഷകർ വലിയ രീതിയിലാണ് ആ സിനിമയെ സ്വീകരിച്ചത്. മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ള മാസ് സിനിമകളിൽ തന്നെ സെപ്പറേറ്റ് ഫാൻ ബേസിലുള്ള ഒരു സിനിമയായിരുന്നു ലൂസിഫർ. അതുകൊണ്ട് തന്നെ ലൂസിഫറിന്റെ വിജയത്തിന് ശേഷമാണ് എമ്പുരാന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. എമ്പുരാനും തിയേറ്ററിൽ വലിയ രീതിയിലാണ് എത്തിയത്, വലിയ രീതിയിലാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് ഒത്തുവരാൻ എമ്പുരാന് കഴിഞ്ഞില്ല. എങ്കിലും സിനിമ തിയേറ്ററിൽ വലിയ വിജയമായിരുന്നു. മലയാള സിനിമയിൽ ഇൻഡസ്ട്രി ഹിറ്റായൊക്കെ മാറി, റെക്കോർഡ് ഇനീഷ്യൽ കളക്ഷനൊക്കെ എടുത്തു. പക്ഷെ എമ്പുരാനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ വന്നപ്പോൾ ലൂസിഫർ 3 ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇല്ലാതാവുമോ എന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് പോയി. ലൂസിഫർ 3 വരില്ലെന്നൊരു വിഭാഗവും വരുമെന്ന് മറ്റൊരു വിഭാഗവും ഒക്കെയുള്ള സംസാരങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്നാൽ ആ സമയത്തൊന്നും സിനിമയുടെ അണിയറ പ്രവർത്തകരായിട്ടുള്ളവരൊന്നും ഇതിനെക്കുറിച്ച് ഒരു കാര്യവും കമന്റ് ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ചും പൃഥ്വിരാജോ മോഹൻലാലോ ആന്റണി പെരുമ്പാവൂരോ ഒന്നും തന്നെ തുറന്നു പറഞ്ഞിരുന്നില്ല. ഇപ്പോഴിതാ പൃഥ്വിരാജ് പറയുകയുണ്ടായി, അദ്ദേഹത്തിന് L3 ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കാരണം തുടങ്ങി വെച്ചത് തീർക്കണമെന്ന് തന്നെയാണ് താല്പര്യമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സിനിമ ഇനി സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് തീർപ്പ് കൽപ്പിക്കേണ്ടത് താനല്ല എന്നും കൂടെ അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട്. അതായത് മോഹൻലാലോ അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരോ ആണ് അതിൽ തീരുമാനങ്ങൾ പറയേണ്ടത് എന്നുള്ളതാണ് പൃഥ്വിരാജ് പറഞ്ഞു വെക്കുന്നത്. L3 മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ ഹൈപ്പുള്ള പ്രോജക്റ്റ് തന്നെയാണ് നിലവിൽ. ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടില്ലെങ്കിൽ പോലും മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും ഹൈപ്പ് L3ക്ക് തന്നെ ആയിരിക്കും. കാരണം എമ്പുരാന്റെ പരാജയമൊന്നും പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനെ എഴുതിത്തള്ളാൻ പ്രേക്ഷകരെ പ്രേരിപ്പിച്ചിട്ടില്ല. എമ്പുരാന് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൃഥ്വിരാജ് എന്ന ഫിലിം മേക്കറിൽ ഇപ്പോഴും മലയാളി ഓഡിയൻസിനും ഒക്കെ വലിയ വിശ്വാസമാണ്. L3 മലയാള സിനിമയിലെ ഗതി മാറ്റാൻ കഴിവുള്ള ഒരു സിനിമയായിരിക്കും അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ. ആശീർവാദ് സിനിമാസോ അല്ലെങ്കിൽ മോഹൻലാലോ എന്തായിരിക്കും L3യുമായി ബന്ധപ്പെട്ട് പറയുക എന്നുള്ളത് കാത്തിരിക്കുകയാണ്. മോഹൻലാൽ ആരാധകരാണെങ്കിലും ലൂസിഫർ 3ക്ക് കാത്തിരിക്കുകയാണ്. എമ്പുരാന്റെ സമ്മിശ്ര പ്രതികരണം ഒന്നും L3യെ ബാധിക്കരുത് എന്ന് തന്നെയാണ് ആരാധകരും ആഗ്രഹിക്കുന്നത്. പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിമർശനം ഉണ്ടായാൽ പോലും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വലിയ രീതിയിൽ തിരിച്ചു വരുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നടനാണ്. സംവിധായകൻ എന്ന നിലയിലും എമ്പുരാന് കിട്ടിയ സമ്മിശ്ര പ്രതികരണത്തിൽ നിന്ന് പാഠം പഠിച്ച് അടുത്ത സിനിമ ഗംഭീരമായി ഒരുക്കാൻ ശ്രമിക്കുന്ന സംവിധായകനായിരിക്കും അദ്ദേഹം എന്ന് അറിയാം. എന്തായാലും L3 സംഭവിക്കട്ടെ, മലയാള സിനിമയിലെ വലിയ വിജയമായി മാറട്ടെ.